അവനെ വീട്ടിൽ ചെന്നിട്ടും കണ്ടില്ല. എന്ത് കാണിച്ചു കൂട്ടും ആവോ? വിളിച്ചിട്ടും കിട്ടുന്നില്ല. എന്തെങ്കിലും മണ്ടത്തരം കാണിച്ച കൂട്ടുകാരെന്ന നിലയിൽ നമുക്കൊന്ന് അണക്കേടാ. ഇത് ആ വിചാരമൊന്നും അവനില്ലല്ലോ. എന്ത് കണ്ടാലും പ്രതികരിക്കണം. വലിയ സൈബർ പോരാളിയാന്ന് അവന്റെ വിചാരം. മുഴുവൻ അക്ഷരത്തെറ്റായതുകൊണ്ട് ഇപ്പൊ ഫേസ്ബുക്കിൽ എഴുതുന്നതും ആർക്കും വായിക്കാൻ പറ്റിയല്ല. അതാണ് ആകെയുള്ള ഒരു ഭാഗ്യം. അത് ഭാഗ്യല്ല, കുഴപ്പം. ഇവൻ പണ്ട് നടി പൂർണ്ണിമയെ കുറിച്ച് 2 നല്ല വാക്ക് എഴുതിയതാ. അത് തെറിയായിപ്പോയി. നടിയുടെ ഭർത്താവ് ഇവരത്തെല്ലാം കൊട്ടേഷൻകാരെ വിട്ടതാ. അത് പിന്നെ അക്ഷരപ്രശകാന്ന് പറഞ്ഞ് കാല് പിടിച്ചത് കൊണ്ടാ വെറുതെ വിട്ടത്. ഇനി അയാൾ ഉണ്ടെങ്കിൽ അമ്മാതിരി പണിയല്ലേ ഒപ്പിച്ചോണ്ട് വന്നേക്കുന്നത്. നീ എവിടെയായിരുന്നു? ഞങ്ങൾ കുറെ നേരം അന്വേഷിക്കുന്നു. ഞാൻ നമ്മുടെ വെടക്ക് വാസുചാട്ടിന്റെ അടുത്തായിരുന്നു. രമേശ് നാരായണ അട്ടപട്ടൽ നാറ്റിക്കാരുടെ പോസ്റ്റ് അങ്ങനെ ടൈപ്പ് ചെയ്തത് നമ്മുടെ ആസിഫ് അലിയുടെ കളി. എന്നിട്ട് പോസ്റ്റ് ചെയ്തു? ഇല്ല, ഇപ്പൊ രാഹുകാലുണ്ട്. അരമണിക്കൂർ കഴിഞ്ഞ് പോസ്റ്റ് ചെയ്യാം. അതെന്തായാലും നന്നായി. 2 പച്ചക്കുപ്പിയും ബിരിയാണിയും ചെലവായി. എന്നാലും ഒരു അനീതിക്കെതിരെ പ്രതികരിക്കുമ്പോ ഒരാശ്വാസം. തെറി വിളിക്കുമ്പോഴൊന്ന് പറ. നിങ്ങൾക്കൊന്നും പ്രതികരണ ശേഷിയില്ലാത്ത ഞാൻ എന്ത് ചെയ്യാൻ? ആണുങ്ങളായ സമൂഹത്തിൽ എന്ത് അനീതി കൊണ്ടാലും പ്രതികരിക്കും. സോഷ്യൽ മീഡിയയിലൂടെ മാത്രം എന്നിവിടെ പറ. അതല്ലേ എളുപ്പം, സേഫ്. എടേ എന്നാലേ ഞാൻ കുറച്ച് സിനിമാ നടന്മാരുടെ ഫോട്ടോ ഇതിൽ കാണിക്കുന്നുണ്ട്. ഇതില് ആസിഫ് അലി ഏതാന്ന് നീ ഒന്ന് പറ. അതിന്റെ ഒന്നും ആവശ്യമില്ല. എന്തിനാ? ആസിഫ് അലിയുടെ മുഖം കണ്ടാലെങ്കിലും നീ തിരിച്ചറിയുമെന്ന് ഞങ്ങൾക്കറിയാനാ. ഞാൻ മുഖം നോക്കാതെയാണ് അനീതിക്കെതിരെ പ്രതികരിക്കാതെ. അല്ലാണ്ട് ആളറിയാഞ്ഞിട്ടല്ല. ആളറിഞ്ഞാലും ഇല്ലെങ്കിലും ഞാൻ പ്രതികരിക്കും. കാരണം എനിക്ക് നിങ്ങൾക്കില്ലാത്ത ഒന്നുണ്ട്, നട്ടല്. എന്നാലേ ഒരു കാര്യം പറയാനാണ് ഇന്ന് ഞങ്ങൾ തിരക്കിയത്. എന്താ? നീ പോസ്റ്റ് ഇടണ്ട. ആസിഫിൽ പത്രക്കാരെ കണ്ടായിരുന്നു. രമേശ് നാരായണൻ തന്നെ മനഃപൂർവ്വം അപമാനിച്ചിട്ടില്ലെന്നും സോഷ്യൽ മീഡിയ വഴി ആക്രമിക്കരുതെന്നും ആസിഫ് അലി ആരാധകരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആസിഫ് അലി ചതിച്ച എന്റെ 2 പച്ചക്കുപ്പിയും ബിരിയാണി. അത് പോയി. സോഷ്യൽ മീഡിയക്ക് അത് സംഭാവന ചെയ്തതായിട്ട് കരുതി വെച്ചാൽ മതി.